ഗുഡ് മോർണിംഗ്. ഹായ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാസർഗോഡ് നിന്ന് റോഡ് മാർഗം കണ്ണൂർ വഴി കോഴിക്കോടേക്ക് എത്തി. കോഴിക്കോട് ഒരുവിധം എക്സ്പ്ലോർ ചെയ്ത് ലുലു മാൾ അത്യാവശ്യം പോകേണ്ടിടത്തൊക്കെ പോയി. ഇപ്പോൾ നമ്മളുള്ളത് താമരശ്ശേരിയിലാണ്. ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തിരിച്ച് നാട്ടിലേക്ക് വയനാട് കയറി മടിക്കേരി സുള്ളിയ വഴി അങ്ങനെ, അതായത് ഫോറസ്റ്റ് ഏരിയ വഴി പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. രാവിലെ നമ്മൾ എണീച്ച് പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു വന്നു. നല്ല ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് കുറച്ച് പണി പെൻഡിങ് ഉണ്ടായി, അതുകൊണ്ടാണ് ഇത്ര സമയം ലേറ്റ് ആയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ റൂമും കാര്യങ്ങളിലും ഒന്ന് കാണിക്കാം. നല്ല അടിപൊളി റൂമാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നീറ്റും ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. കുഴപ്പമില്ല. നല്ല പുതിയ റീസെൻ്റ്ലി ഓപ്പൺ ആക്കിയ ഒരു ഹോട്ടലാണ്. തിരക്കില്ലാത്തൊരു സൗകര്യം കാര്യങ്ങളിലുണ്ട്. തിരക്കില്ലാത്ത നല്ല ക്ലീനാണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലും ഇനി സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ റൂമൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ ബെറ്റർ ഓപ്ഷനാണ്. എല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ നേരെ ഇറങ്ങുന്നുണ്ട്. അത് ഓഫായിട്ടാണ്. എന്തും മറന്നിട്ടൊന്നുമില്ലല്ലോ. ടാറ്റാ. വലുപ്പത്തിൽ ഓക്കാണ്, കൂട്ടണമെന്നില്ല. അതൊരു കൂട്ട് കൊടുത്തത്. യെസ്, ഇതാണ് ഏരിയ. മെയിൻ റോഡ് കുറച്ച് അപ്പുറമാണ്. അവിടെ നിന്നൊരു 100 മീറ്റർ ഉള്ളിലോട്ട് വന്നിട്ടാണ്. ചവിയാണ്, ചവിയുടെ കൊടുക്കണം. നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. നല്ല സൗകര്യം കേട്ടോ. നമ്മളെ ചെക്കൻ നല്ല സപ്പോർട്ടീവാണ്. എന്നോട് വരാണെങ്കിൽ ദയവാണ് കോണ്ടാക്ട് ചെയ്താൽ മതി. ചാവി എടുത്തോ? എടുത്തിന്. ഷൂ ഇടണോ? വേണ്ടല്ലേ, ഭയങ്കര ചൂടാണ്. ടോട്ടൽ ഇതുവരെ ഓടിയ കിലോമീറ്റർ ഒന്ന് കാണിക്കാം. 264 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് മിക്കവാറും 500 കിലോമീറ്ററിൽ കൂടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പണി തന്നെ ഗൈസ്. ചെറിയൊരു പണി ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത സമയത്ത് നമുക്കൊരു ഹെൽപ്പാക്കി. അത് കമ്പ്യൂട്ടറിൻ്റെ പിന്നെ അവിടെ ഉള്ളത് ആവായിട്ട് ഒരു സാധനം തന്നു, ഒരു കണക്ക്. അതെടുത്തിട്ട് വന്നുപോയി. ഇന്നലെ പറഞ്ഞില്ല, റൂമിൽ കുറേ ഉണ്ടായിരുന്നു. അത് ഒരാൾ സ്റ്റേക്കിൽ പോകുമ്പോൾ എടുത്തിട്ട് പോകുന്നത്, അതുകൊണ്ട് സാധനം മിസ്സാണ്. അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരിപ്പോൾ ഇത് കൊണ്ടുപോയി. സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് വിട്ടിട്ട് ഇപ്പുറത്ത് പോകാൻ അറിഞ്ഞുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഒരു ഇത് വേണ്ട, ഒരു മോശമല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് ആദ്യം ഹോട്ടലിലേക്ക് തിരിച്ചിട്ട് വരുന്ന അതിലെ വണ്ടി. നമ്മൾ താമരശ്ശേരി തൊട്ട് നേരെ അടിവാരത്തേക്ക് പോകുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നോളജ് സിറ്റി, മർക്കസ് നോളജ് സിറ്റിയിലേക്കാണ്. അവിടെ ഒന്ന് പോയി, പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായി പോയിട്ട്. ജസ്റ്റ് നാട് കൂടി നമുക്ക് ഇറങ്ങിയിട്ട് വയനാട് പിടിക്കാം.
ഏരിയ എത്തുമ്പോൾ തന്നെ ഫുള്ള് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു കാടും പച്ചപ്പും എല്ലാം നല്ല രീതിയിൽ തുടങ്ങി. നല്ലുണ്ട്. എന്നെ ഞാൻ വിചാരിക്കുന്ന ഈ ഭാഗത്തെല്ലാം വന്നെങ്കിൽ ആ റൂം തന്നെ എടുക്കാന്ന് വിചാരിക്കും. നല്ല റൂം നോക്കും സ്വഭാവം. അതെ, റിവ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് എത്ര സ്റ്റാർ കൊടുക്കാം? 5-ൽ ഗൂഗിൾ റിവ്യൂ കൊടുക്കണം. 5-ൽ എത്ര സ്റ്റാർ? 5. കൈയും പൊളിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ. അടുത്ത ചെക്കൻ്റെ കൈയും പൊളിഞ്ഞിട്ടുണ്ട്. അവന് വിഷുവായിട്ട് നേടി പോകാനും കഴിഞ്ഞിട്ട്. ഭയങ്കര ചൂടല്ലണ? ചൂട്, ഭയങ്കര ചൂട്. ഓന് പറഞ്ഞ പോലെ ഞാൻ AC എടുത്തില്ലെങ്കിൽ അല്ലേ ഭയങ്കര ചൂടുള്ള അത്ര ഒരു കംഫർട്ട് കിട്ടത്തില്ല. ഒന്നും കേട്ടില്ല. മർക്കസ് നോളജ് സിറ്റി. ഹോട്ടൽ ഫെസിൻ അങ്ങനെ തോന്നുന്നു. പണ്ട് നമ്മൾ വരുമ്പോൾ ഗേറ്റിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലേ? ഫസ്റ്റ് ഇപ്പൊ പള്ളിയെല്ലാം നല്ല ഇതായില്ലേ? ഓപ്പൺ ആയല്ലോ. അന്നിവിടെ എല്ലാം വന്ന് വരുമ്പോൾ എല്ലാം ഇങ്ങനെ മറിച്ചിട്ടുണ്ടായി, കെട്ടി വെച്ചിട്ട്. ഇവിടെ അതിൻ്റെ താഴെ നല്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കുറച്ച് ഷോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്. ഇതെല്ലാം കുറേ ഷോപ്പിനുള്ള ഷട്ടർ ഫ്രീ ആയിട്ടുണ്ട്, സ്പേസ് ഉണ്ട്. ഏതിനെടുക്കുന്ന തീരുമാനമായോ? ഏതെടുത്താലും സ്പെഷ്യൽ പ്രൈസ് 999. ഇങ്ങനത്തെ എത്ര പൈസക്ക് തന്നെയാണ്ടാണ്? 1000 രൂപക്ക് നല്ല ബുക്കല്ലേ? അത്യാവശ്യം നക്കിലാണ്. ഓക്കെ ശരി. നോക്കാൻ പൈസ കൊടുക്കണ്ട, അതുകൊണ്ട് നോക്കുന്നുണ്ട്. ഐസ്ക്രീമെല്ലാം ഇട്ട് അവർ നിൽക്കുന്നുണ്ട്. മർക്കസ് നോളജ് സിറ്റിൻ്റെ ഉള്ളിലാണെന്നുള്ള മസ്ജിദിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഗൾഫിലെല്ലാം കണ്ടുവന്നിട്ടുള്ള പള്ളിയെക്കാളും ഒരു സെറ്റപ്പാണ്.
നല്ല ലാൻഡ്സ്കേപ്പാണ്, എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയാണ്. ഗൈസ്, ഞങ്ങൾ നോളജ് സിറ്റിയിൽ നിന്ന് ഇറങ്ങി നേരെ വയനാടേക്ക് പോയി. വയനാട് ചിലപ്പോൾ ഇന്ന് വയനാടോ അല്ലെങ്കിൽ മടിക്കേരിയോ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അറിയില്ല, അടുത്തെത്തിയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് ചെയ്യാം എന്നാണ് പ്ലാൻ. ഇതുവരെ റോഡെല്ലാം നല്ല അടിപൊളിയാണ്. അടിവാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ചുരം തുടങ്ങുന്നതാണ്, വയനാട് ചുരം. എങ്ങനെയുണ്ടായിരുന്നു നോളജ് സിറ്റി? നല്ല മാറ്റങ്ങൾ നല്ല സൗകര്യമാണ് ആക്കി, നല്ല കുറേ ഷോപ്പും അല്ലേ. പള്ളീൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നോക്കി എന്ത് അടിപൊളിയുണ്ട്. അതായത് പള്ളീൻ്റെ ഉള്ളിലില്ല, നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അത് കുറേ ആയിട്ട് തോന്നില്ല. ഇത്രയൊക്കെ നിസ്കരിക്കാൻ പറ്റുമെന്നറിയില്ല ആ പള്ളി, പക്ഷെ ഭയങ്കര സെറ്റപ്പ് ആക്കി. നല്ല ആ കാർപ്പറ്റ് നല്ല രസമുണ്ട്. പിന്നെ മാത്രമല്ല ഊത് കൊടുക്കാനുള്ള സൗകര്യം, എത്ര ആൾക്കാർ വന്നാലും അല്ലെങ്കിൽ ഊത് കൊടുക്കാൻ പറ്റുന്ന ചെരുപ്പ് വെക്കാനുള്ള സെറ്റപ്പ് എല്ലാം അടിപൊളിയുണ്ട്. പിന്നെ അവിടെ ഒരാളിപ്പോൾ അങ്ങോട്ടേക്ക് നോളജ് സിറ്റിയിൽ കാണുന്ന കുറേ ബിൽഡിംഗ് എല്ലാം ഉണ്ട്. അതിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആർക്കെല്ലാം പിന്നെ എല്ലാ സൗകര്യമാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ നമ്മൾ ഇനി നാട് വിട്ട് കാട്ടിലേക്ക് കയറുന്നുണ്ട്. ഇനി ചുരമാണ്. എത്ര വ്യക്തി കൂടെ ചുരത്തിലേക്ക് എത്തിനല്ലോ. മർക്കസ് ഒന്ന് കുറച്ചേ ഉള്ളൂ അല്ലേ? ചുരം കയറി ഏകദേശം പകുതിൻ്റെ അടുത്തെത്തി. അതിനിപ്പോൾ കുറച്ച് മുകളിൽ നിന്ന് എത്തി കഴിഞ്ഞാൽ താഴേക്കുള്ള വ്യൂ നല്ല ഭാരി വ്യൂ ഉണ്ടാവും, കിട്ടില്ല വ്യൂ. എന്തായാലും ബ്ലോക്കൊന്നും കാണുന്നില്ല. ഇവിടെ സാധാരണ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ വലിയ ബ്ലോക്ക് കാണുന്നില്ല, എന്നാലും വണ്ടികളുണ്ട്.
എല്ലാവരും വീഡിയോയിൽ എടുക്കുന്നുണ്ടായി. വരുന്നത് അറിഞ്ഞിട്ട് വീഡിയോഗ്രാഫറിലാണ് ഒരുപാട് വീഡിയോ എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ബ്ലോക്ക് ഉണ്ട്, മുകളിലോട്ടേക്ക് മാത്രം ബ്ലോക്ക് കുറവ്, താഴോട്ടേക്ക് നല്ല ബ്ലോക്ക് ഉണ്ട്. നല്ല വണ്ടിയുണ്ട്. ഗൈസ് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, കാണുന്നുണ്ടോന്ന് അറിയില്ല. ബസ്സിൽ നല്ല അടിപൊളിയാണ്. അന്ന് ഞമ്മ ബസ്സില് പോയി മറ്റേ ടൂറ് പോകുന്ന പോലെയുണ്ട്. നമ്മതില് തിരിച്ച് നടന്നിട്ട് വന്നല്ലേ, ഞാൻ ബീച്ച് ഒരുത്തിലെ കൂടി നടന്നിട്ട് വന്നില്ല. നല്ല രസമുണ്ടായി. ഫുള്ളും എന്നിട്ട് പകുതി റിക്ഷ കയറി അതൊരു ഫീല് വേറെ തന്നെയല്ലേ. ടൂറ് പോകുന്ന പോലെ തന്നെ ബസ്സിലത്തെ ആളല്ലോ. സീനമ്മ കണ്ടിട്ടില്ല, ഇനിയിപ്പോ കാണാനിരിക്കുന്നതേ ഉള്ളൂ. വ്യൂ പോയിന്റ് അടിയിൽ കാണുന്നവര് നിർത്തിയിട്ട് കാണിക്കാം. ഗൈസ് നോക്കൂ നോക്കൂ, സൂപ്പർ, അടിപൊളി അടിപൊളി. വാവ്, നമ്മൾ നേരത്തെ വന്ന സ്ഥലമല്ല ഇപ്പൊ കാണുന്നുണ്ട്. നല്ല അടിപൊളി ഒരു സൈഡൊക്കെ. നമ്മ വന്ന ചുരെല്ലാം കാണുന്നുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായ നോളേജ് സെറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. എങ്ങനെയുണ്ട് ഫാത്തിമ ഈ ഒരു വ്യൂ? എങ്ങനെയുണ്ട്? ഇനി മേലെ ഇതേപോലെ കാണുന്ന ആൾക്കാരെ നോക്കി നമ്മൾ അടുത്തേക്ക് എത്തണം. ബ്യൂട്ടി ഓഫ് വയനാട്. വാവ്, വെൽക്കം ടു വയനാട്. ഫൈനലി ഞങ്ങൾ വയനാടെത്തി. താമരശ്ശേരി ചുരെല്ലാം കഴിഞ്ഞ് നല്ല തണുപ്പുണ്ട് കേട്ടോ കാലാവസ്ഥ. വിശക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. അല്ല പറ്റോ അല്ലേ? ബിസ്മില്ലാഹിർ വയനാടിലെ മന്തി ബിരിയാണി എങ്ങനെയുണ്ട് നോക്കട്ടെ. ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. എണ്ണ ഭയങ്കര ഉണ്ട് കേട്ടോ. എണ്ണ ഭയങ്കര ഉണ്ട്. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഉണ്ട് ഒരു ക്വാർട്ടർ മന്തി എടുത്തത് അത്ര ഒരു ഉഷാറില്ല. അപ്പോൾ ഏതായാലും ഒരു ഫ്രൈഡ് റൈസും കൂടി പറഞ്ഞു. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അത്ര ഓയിലില്ല. ഫ്രൈഡ് റൈസ് അടിപൊളി. മറ്റേ ഫ്രൈഡ് റൈസ് തന്നെ പറഞ്ഞാൽ മതിയാണ്. വയനാട് വന്നിട്ട് ഊഞ്ഞാലായിരുന്നു. വരുന്നില്ല, നാട് വിട്ട് പൊട്ടിക്ക് പോവാ. ഫുള്ള് തുരുമ്പ് കൊടുത്തിട്ടുണ്ട്. സമയം ഏകദേശം ഇരുട്ടായി തുടങ്ങി. എന്നാലും നല്ല ക്ലിയർ ഉള്ള കാലാവസ്ഥയിലാണ്. നല്ല തണുപ്പുണ്ട്.
ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. സാധാരണ AC ഓൺ ആക്കിയിട്ട് വെച്ചെങ്കിൽ ഫീലാകുന്ന അതേ ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലണ? ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും വയനാട് സ്റ്റേ അടിക്കാൻ വിചാരിച്ചു. കുറച്ച് നേരത്തെ കിടന്നു അല്ലേ? ഓഫ് കോഴ്സ് വയനാടിൻ്റെ കുണ്ടും കുഴിയും ഉള്ള റോട്ടിൽ പോകുന്നുണ്ട്. കുറച്ച് സമയമായി ഈ റോഡ് ഇപ്പം തീരുന്ന വിചാരിച്ചിട്ട് തീരുന്നേ ഇല്ല. ഇപ്പോൾ പനമരത്തേക്കാണ് പോകുന്നത്. പക്ഷേ പനമരം റോഡ് തെറ്റിയാന്നൊരു ഡൗട്ടുണ്ട്. ഈ റോഡ് ഭാഗത്തേക്കുള്ള റോഡെല്ലാം നല്ല റോഡ് എന്നാണ് പറഞ്ഞത്, ചെന്നായി പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ കുറേ കിലോമീറ്ററായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. നോക്കാം. എന്താ പറയുന്ന റോഡ് എങ്ങനെയുണ്ട്? കുലുങ്ങാതെ ഉള്ള റോഡാണ്. ഇത്രയും സമയം കുലുങ്ങാതെ ഫുള്ള് കുടിച്ച് കുലിക്കുന്നതാണ്. പണി നടക്കുന്നുണ്ടോന്നറിയില്ല. അവിടെ പണി നടക്കുന്നില്ല. ഇതിപ്പോൾ വീതി പുതിയ പണി നടക്കാനുള്ളതായിരിക്കും. മെക്കാടം ഇടുന്നതിന് മുമ്പ് ഒറ്റ കട്ടിയുള്ളത് കല്ലിടും. അതിന് വേണ്ടിയിട്ടില്ല തോന്നുന്നു റോഡ് കാണിച്ചു കൊടുത്താൽ. ബസ്സെല്ലാം വരുന്നതാണ്. മറ്റേ ഇതുപോലെ ഈ ഇപ്പം കഴിയുമെന്ന് വിചാരിച്ചിട്ട് കുറേ സമയം പക്ഷെ കഴിയുന്നില്ല. റോഡ് പണി നടക്കുന്നുള്ള കറക്റ്റ് ഞാൻ പറഞ്ഞു. കറക്റ്റല്ല ഞമ്മ കറക്റ്റ് പറയും. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. റോഡ് പണി നടക്കുന്നുണ്ട്. ഞാൻ കൃത്യമായ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നീ എന്ത് പറയുന്നത്? ഡേഞ്ചർ ഡീപ്പ് എക്സ്കവേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഡേഞ്ചർ സൂക്ഷിച്ചിട്ട് പോവാ. വലിയ കുഴിയുണ്ട്. കണ്ട റോഡെത്തി ദാഹിച്ചിട്ട് വെള്ളം കിട്ടിയ പോലെ നല്ല റോഡെത്തി. സെറ്റ്. എങ്ങനെയുണ്ട് എൻ്റെ ഉദാഹരണം? എൻ്റെ ഉദാഹരണം ഭയങ്കരമാണ്. ഉദാഹരണം എങ്ങനെയാണ്? ഭയങ്കര ഷഫീഖ് മുഹമ്മദ് ഷഫീഖ്. നമ്മള് ഇനിയിപ്പോ ഞങ്ങൾക്ക് കറക്റ്റ് ശരിക്കും പറഞ്ഞെങ്കിൽ അങ്ങനെ അറിയില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവുക. പട്ടി ഓടി വരുന്നു. ഇതെല്ലാം എന്തിനാ? കാടാ തോട്ടാ? കാടല്ലേ? കാടായിരിക്കും. കാടന്നെ. കാടാണ്. ബസ് സ്റ്റാൻഡ് നോക്കി. അയ്യോ നല്ല ബസ് സ്റ്റാൻഡല്ലോ. ഈ റൂട്ടിലെ പോകുമ്പോ ചിലപ്പോ ആനകളെ കാണാൻ ചാൻസ് ഉണ്ട്. അത് ശരി. എവിടെയാ ആനനെ കാണാൻ ചാൻസ് ഉണ്ട്. ആന എവിടെയാ? ആന കാട്ടിലുണ്ട്. ആന വരും കാത്തേക്ക്. ഉള്ളിൽ AC ഇട്ടിട്ട് തണുപ്പാ അല്ലെങ്കിൽ പുറത്തത്തെ കൂടി തണുപ്പാ? പുറത്തത്തെ താത്തിങ്ങീനെക്കാളുണ്ടാവും. നോക്കിയോ AC ഇതൊക്കെ. വീട് ഇങ്ങനെ തണുപ്പ്. AC വേണോ? കുറച്ച് സമയം ഇങ്ങനെ AC ഇടാണ്ട് തന്നെ. ഇവിടെ എന്തെങ്കിലും തണുപ്പ്. ഇവിടെ ഉയർന്ന ഭൂപ്രദേശം അല്ലേ? അതായത് സമുദ്രനിരപ്പിന് ഹൈറ്റ് കൂടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉയരത്തിലുള്ള സ്ഥലമാകുമ്പോൾ അവിടെ തണുപ്പുണ്ടാവും. അത് അറിയാം. അതേ റോഡിൻ്റെ പണി നടക്കുന്ന സ്ഥലം. ഓക്കെ ഗൈസ്, പയ്യെ വീഡിയോ